ഷൂട്ടിങ്ങിനിടയിൽ ലഹരി ഉപയോഗിച്ച നടൻ മോശമായി പെരുമാറിയെന്നും നടി വിൻസി അലോഷ്യസിന്റെ പരാതി ഗൗരവമുള്ളതാണ് എന്നും സർക്കാർ അന്വേഷിക്കുമെന്നും മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കുകയാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ പ്രതികരിക്കുകയും നിയമപരമായ പരിഹാരത്തിന് ധൈര്യപൂർവ്വം നിലപാട് സ്വീകരിക്കുകയും ചെയ്ത നടിയുടെ സമീപനം സ്വാഗതാർഹവും അഭിനന്ദനാർഹവുമാണ്. ഇത്തരം പ്രവണതകൾ വെച്ച് പൊറുപ്പിക്കാനാവുകയില്ല. രാജ്യത്തിന് തന്നെ മാതൃകയാണ് നമ്മുടെ സിനിമാ മേഖല. അതിന് മങ്ങലേൽപ്പിക്കുന്ന യാതൊരു നിയമവിരുദ്ധ പെരുമാറ്റവും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും അത്തരക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കുകയാണ്. സിനിമാ മേഖലയിലെ നിയമവിരുദ്ധ ലഹരി ഉപയോഗം സംബന്ധിച്ച് ശക്തമായ പ്രതിരോധം സിനിമാ മേഖലയ്ക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാവേണ്ടതാണ്. ഇത്തരം ചില വിഷയങ്ങൾ നേരത്തെ ഉയർന്നു വന്നപ്പോൾ സിനിമാ സംഘടനകളുടെ യോഗം ചേരുകയും സർക്കാരിന്റെ ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് അറിയിക്കുകയും സംഘടനകൾ അത് സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു. ഇനി നടക്കാൻ പോകുന്ന സിനിമാ കോൺക്ലേവിലും ഈ വിഷയം ചർച്ച ചെയ്യും. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ശക്തമായ നടപടിയിലേക്ക് സിനിമാ സംവിധായകരും നിർമ്മാതാക്കളും മുൻകൈ എടുക്കുക തന്നെ വേണം. ഒറ്റക്കെട്ടായി മാത്രമേ ഇതിനെ ചെറുത്തു തോൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും മന്ത്രി പറയുകയാണ്. നടൻ ഷൈൻ ടൈം ചാക്കോ ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയെന്ന നടി വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തലിൽ ഞെട്ടിയിരിക്കുകയാണ് കേരളം. എന്നാൽ മൊഴിയെടുക്കാൻ അനുമതി നേടിയ എക്സൈസിനോട് സഹകരിക്കാൻ താല്പര്യമില്ല എന്ന് കുടുംബം അറിയിക്കുകയായിരുന്നു. വിൻസിയുടെ അച്ഛനാണ് എക്സൈസ് ഉദ്യോഗസ്ഥരെ ഇക്കാര്യം അറിയിച്ചത്. മറ്റ് നിയമ നടപടികളിലേക്ക് താല്പര്യമില്ല എന്നും കുടുംബം പറയുകയാണ്. അതേസമയം നടൻ ഷൈൻ ടൈം ചാക്കോയ്ക്കെതിരെ നടി നൽകിയ പരാതിയിൽ ഉടൻ നടപടിയെന്ന് അഡ്വോക് കമ്മിറ്റി അംഗം ബിനു മോഹൻ പറഞ്ഞിട്ടുണ്ട്. പരാതിയിൽ ഷൈൻ വിശദീകരണം നൽകിയിട്ടുമില്ല, ഫോണിലും ലഭ്യമല്ല. വിശദീകരണം ലഭിച്ചാൽ ഉടൻ റിപ്പോർട്ട് കൈമാറുമെന്നും ബിനു മോഹൻ പറയുന്നുണ്ട്. അതേസമയം ലഹരി പരിശോധനയ്ക്കിടെ ഇറങ്ങി ഓടിയ നടൻ ഷൈൻ ടൈം ചാക്കോ തമിഴ്നാട്ടിലുണ്ട് എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. പോലീസ് നടന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ തമിഴ്നാട്ടിൽ ലഭിച്ചതായി പോലീസ് അറിയിച്ചിട്ടുണ്ട്. ലഹരി പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയ ഷൈൻ ടൈം ചാക്കോയ്ക്കെതിരെ പോലീസ് തൽക്കാലം കേസ് ഒന്നും തന്നെ എടുത്തെത്തുന്നില്ല. പരാതിയോ തെളിവോ ലഭിച്ചാൽ കേസ് എടുക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഓടി രക്ഷപ്പെട്ട സംഭവത്തിൽ പോലീസ് നടനിൽ നിന്ന് വിശദീകരണവും തേടും. കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ നടന്ന ലഹരി പരിശോധനയ്ക്കിടെ ഓടി രക്ഷപ്പെട്ട നടൻ ഷൈൻ ടൈം ചാക്കോയ്ക്കെതിരെ തെളിവുകൾ ലഭിക്കാത്തതിന്റെ പശ്ചാത്തലത്തിലാണ് തൽക്കാലം കേസ് എടുക്കേണ്ടതില്ല എന്നുള്ള പോലീസ് തീരുമാനം വന്നിരിക്കുന്നത്. ഡാൻസർ സംഘം മുറി പരിശോധിച്ചെങ്കിലും ലഹരി വസ്തുക്കളുടെ ഉപയോഗമോ ലഹരി വസ്തുക്കളോ കണ്ടെത്താത്ത സാഹചര്യത്തിൽ കേസ് എടുക്കാനുള്ള ഒരു വകുപ്പുകളുമില്ല. എന്നാൽ സംഘത്തെ കണ്ടപ്പോൾ ഷൈൻ ടൈം ചാക്കോ എന്തിനു ഓടി രക്ഷപ്പെട്ടു എന്നത് സംബന്ധിച്ച് പോലീസ് വിശദീകരണം തേടുകയും ചെയ്യും. ഇതിനായി നടനെ നോട്ടീസ് നൽകി ഉടൻ വിളിപ്പിക്കും. എറണാകുളം നോർത്തിലുള്ള ഹോട്ടലിലെ 3ാം നിലയിൽ നിന്നാണ് ഷൈൻ ഇറങ്ങി ഓടിയത്. താമസിച്ചിരുന്ന മുറിയുടെ ജനാല വഴി 2ാം നിലയിലേക്ക് ചാടി നടൻ പിന്നീട് സ്റ്റെയർ കേസ് വഴി പുറത്തേക്ക് ഓടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതിനിടെ താൻ എവിടെയെന്ന് ചോദിക്കുന്നവരെ പരിഹസിച്ച് ഷൈൻ ടൈം ചാക്കോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ശുചിമുറിയിലേക്ക് ഓടിക്കയറി തിരിച്ചിറങ്ങുന്ന വീഡിയോ ആണ് ഷൈൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്.